ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ അർജുൻ തന്നെയാണ്. ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർക്കും അത് അവിടെ പോയി എന്താ പറയുക ലോറിയുടെ അടുത്ത് പോയി സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ കാലാവസ്ഥ പ്രശ്നം കൊണ്ടാണ്. അവിടുത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. അതുപോലെ വെള്ളമൊഴുക്ക് നല്ലോണം ഉണ്ടെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് പോയി നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവർ പുതിയ ആളുകൾ വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ കടലിൻ്റെ മക്കൾ വന്നിരിക്കുകയാണ്. മത്സ്യ തൊഴിലാളികൾ വന്നിരിക്കുകയാണ്. അവർ 8 സംഘമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ തന്നെ അവിടെ പ്രദേശത്തുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആ ഒരു ഭാഗത്തായിട്ട് അവർ എന്താ പറയുക ഒരു ട്രക്കിൻ്റെ മുകൾ ഭാഗം കണ്ട പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സെർച്ച് ചെയ്തപ്പോൾ ഡ്രോൺ വിട്ടിട്ട് സെർച്ച് ചെയ്ത സമയത്ത് വലിയൊരു സ്ട്രോങ് സിഗ്നൽ തന്നെ ആ ഭാഗത്ത് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ വിട്ടിരിക്കുകയാണ്. അവർ ലോറി കണ്ടു എന്നും ഇനി ലോറിയുടെ അടുത്തോട്ട് പോയി ആ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നുകൊണ്ട് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കടലിൻ്റെ മക്കൾ വന്നിരിക്കുകയാണ്. അവരൊരു 8 അംഗ സംഘമാണ് വന്നിട്ടുള്ളത്. അതിലെ മെയിൻ ആളെ പേരെന്തായിരുന്നു? ഈശ്വർ മൽപ്പയായിരുന്നു. അവർ പറയുന്നത് കരയിൽ നിന്നും അങ്ങോട്ട് 180 കിലോമീറ്റർ ദൂരം ഉണ്ട് ആ പോയിന്റിലേക്ക്. എന്നിട്ട് അവർ ചെയ്യാൻ പോകുന്നത് അവിടെ പുഴയിൽ ഒരു ഹാങ്ങർ ഉണ്ടാക്കിയിട്ട് അതിൽ അതുവഴി കയറിയിട്ട് അങ്ങനെ ഇറങ്ങിപ്പോകാമെന്നാണ് പറയുന്നത്. അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. കാരണം അവർ പറയുന്നത് അവർ 1000-ഓളം ഇങ്ങനെ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്രയും കോൺഫിഡൻറ്റോടെയാണ് അവർ സംസാരിക്കുന്നത്. അത് അവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവർ അത്രയും കോൺഫിഡൻസിൽ അവർക്ക് ആ ലോറിയുടെ അടുത്ത് പോകാൻ പറ്റും എന്നുള്ളതും ക്യാബിൻ സെർച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ അർജുൻ അവിടെ ഉണ്ടെങ്കിൽ അർജുനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു പൂർണ്ണ കോൺഫിഡൻസോടെയാണ് അവർ സംസാരിക്കുന്നത്. അത് അവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ 12ാമത്തെ ദിവസത്തിലും അർജുനെ എങ്ങനെയെങ്കിലും 12 ദിവസത്തോളമായി. അപ്പോൾ എങ്ങനെയെങ്കിലും അർജുനെ വെളിയിലെത്തിക്കണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത്. ആ കുടുംബത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട്. എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ലോറിയുടെ അവിടെ എത്താനും അർജുനെ അർജുന അവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അർജുനെ അവർക്ക് അവിടുന്ന് കൊണ്ടുവരാനും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.